iFlow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വിഭവമാണ് നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ആദ്യമേ ഞാൻ വ്യത്യസ്തം എന്ന് പറയാൻ കാര്യം, ഇതൊരു സ്നാക്ക് ഐറ്റമാണ്. പിന്നെന്താ, നമ്മൾ ഇങ്ങനത്തെ വിഭവങ്ങൾ വളരെ കുറവാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു മാജിക് അവനിൽ. അതുകൊണ്ട് തന്നെ അത്തരം വിഭവങ്ങളിലേക്കും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണ്ടേ. ഇതൊരു പലഹാരമാണ്. എന്ത് പലഹാരമാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറേ ദിവസം കുപ്പിയിലിട്ട് വെച്ച് കഴിക്കുന്ന കുറേ പലഹാരങ്ങളുണ്ട്, നാടൻ പലഹാരങ്ങൾ. എന്തൊക്കെയാണത്? മുറുക്കുണ്ട്, അച്ചപ്പമുണ്ട്, പക്കാവടയുണ്ട്, പിന്നെന്താ ഓമപ്പൊടിയുണ്ട്, പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഡയമണ്ട് കട്ട്സ്, അത്തരം കുറേ കാര്യം, മിക്സ്ചർ, ഇതെല്ലാം നമ്മളുടെ ആ കാറ്റഗറിയിൽ വരുന്ന ചെറിയ എരിവുള്ള പലഹാരങ്ങളാണ്. ചെറിയ എരിവ്, വലിയ എരിവല്ല, എങ്കിലും അതൊരു സേവറി ഐറ്റമായിട്ട് പറയാം. സ്വീറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും സ്വീറ്റിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളായതുകൊണ്ട് മധുരമാണ് എൻ്റെ ഇഷ്ട വിഭവം. അതുകൊണ്ട് തന്നെ ഈ എരിവുള്ള പലഹാരങ്ങൾക്ക് കുറച്ച് ശ്രദ്ധ കുറഞ്ഞു എന്ന് എനിക്കൊരു സംശയം. എന്തായാലും നമ്മളിവിടെ മുറുക്ക് കാണിച്ചിട്ടുണ്ട്, പിന്നെന്താ അച്ചപ്പമൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അച്ചപ്പം, കുഴലപ്പം, അത്തരം വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനിയാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇത് എണ്ണയിൽ വറുത്തെടുക്കുന്ന ഒരു പലഹാരം. ഇത് ഓമപ്പൊടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, പക്ഷേ സേവെന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. സേവ് എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യത്യസ്തമായ സേവാണ്. ഇതൊരു പൊട്ടറ്റോ സേവാണ്, അതായത് ഉരുളക്കിഴങ്ങ് കൊണ്ട് തയ്യാറാക്കുന്ന ഒരു സേവ്. ഉരുളക്കിഴങ്ങിന് ഒരു പ്രാധാന്യമുണ്ട് ഈ പലഹാരത്തിൽ. ഇത് ഒരാഴ്ച വരെ കേടാകാതിരിക്കും. നമ്മൾ കുപ്പിയിലോ ടിന്നിലോ അടച്ചു വെച്ച് സുഖമായി കഴിച്ച് നടക്കാം. എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ? വളരെ എളുപ്പമാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് 2 വലുത് പുഴുങ്ങിയെടുത്തത്, കടലമാവ് 1.5 മുതൽ 2 കപ്പ് വരെ, മുളക് പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, കായപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ്, പാകത്തിന് എണ്ണ വറുക്കാൻ ആവശ്യമായി. അപ്പോൾ നമുക്കിനി നമ്മളുടെ സേവ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ സേവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇത് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിപ്പോൾ ഓമപ്പൊടി എന്ന് പറഞ്ഞാലും ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും. മിക്സ്ചറിൻ്റെ അകത്ത് കിടക്കുന്ന ചെറിയ സ്റ്റിക്ക് പോലെയുള്ള, കമ്പ് പോലെയുള്ള നീളത്തിനുള്ള കാര്യമില്ലേ, അതാണ് കാര്യം. ഏതാണ്ട് അതിൻ്റെ എരിവ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം. എരിവ് അധികം വേണ്ടാതെ ചെയ്യുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മതി. ഇച്ചിരൂടെ സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ ആകാതെ, എന്നാലും വലിയ എരിവൊന്നും അല്ല കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മളൊരു പൊട്ടറ്റോ സേവാണ് ചെയ്യുന്നത്, ഉരുളക്കിഴങ്ങ് സേവ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് 2 എണ്ണം പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഉടച്ച് തരിയില്ലാതെ എടുക്കണം. നന്നായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്ത് അതിനെ ഒന്ന് ഉടച്ചെടുക്കണം. ഒരു പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഫോർക്ക് കൊണ്ടൊക്കെ നമുക്ക് ഉടച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം, ഒട്ടും തന്നെ തരിയില്ലാതെ എടുക്കണം. പിന്നെ ഈ കടലമാവിൻ്റെ അളവ് ഞാൻ പറഞ്ഞിരിക്കുന്നത് 1 മുതൽ 2 കപ്പ് വരെ എടുത്ത് വെക്കുക. ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യാനുസരണം ഇട്ട് യോജിപ്പിക്കുക. നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള രീതിയിൽ യോജിപ്പിക്കുക. അങ്ങനെ പൊട്ടറ്റോ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് 2 എണ്ണം പുഴുങ്ങി നന്നായിട്ട് പേസ്റ്റ് പോലാക്കി. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, ഉപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചേർക്കേണ്ടത്. ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കടലമാവ് ഇപ്പോൾ ഞാൻ 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമ്മൾ ചേർക്കുന്നു. എന്തായാലും 1 കപ്പിന് മുകളിൽ വേണം. ഇതിനോടൊപ്പം നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. മുളക് പൊടിയുടെ അളവ് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം. ഒരുപാട് എരിവ് വേണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും ഉപ്പും ചേർത്തു. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും 1 കപ്പ് കടലമാവ് ആദ്യമേ തന്നെ ചേർക്കുക. പിന്നെ അത് ഈർപ്പം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. പിന്നെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇച്ചിരി ലൂസാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടി മാവ് ചേർക്കാം. അപ്പോൾ ഏതാണ്ടൊരു നോക്കിയിട്ട് ചെയ്യുക. 1 കപ്പോ 1.25 1.5 അതനുസരിച്ചിട്ട് കണക്കിന് ചെയ്തെടുക്കുക. നമുക്കെന്തായാലും ഒന്ന് കുഴച്ച് കിട്ടണം, അത്രേ ഉള്ളൂ. ഒരുപാട് ലൂസാകാൻ പാടില്ല. പാകത്തിന് ഒരു ടൈറ്റായിട്ടൊരു മാവ്.
മാവായിട്ട് ഇങ്ങനെ ഉരുണ്ട് വരണം ഡോ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ സേവിന് വേണ്ട മാവ് കുഴച്ച് കഴിഞ്ഞു. ഡോ റെഡിയാണ്. ഇത് കുറച്ച് സ്റ്റിക്കിയാണ്. സ്റ്റിക്കി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പശയായിട്ട് ഒട്ടിപ്പിടിക്കും. കാര്യം എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങ് സ്റ്റാർച്ചാണ്. അതിൻ്റെ ഒരു പേസ്റ്റായി കഴിയുമ്പോൾ അത് ഇച്ചിരി ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാവും. അതും കടലമാവും കൂടെ നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാണ്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. പിന്നെ ഒരുപാട് കയ്യിൽ ഇങ്ങനെ ഒട്ടി വരികയാണെങ്കിൽ ഇച്ചിരി എണ്ണ ഒന്ന് വേണമെങ്കിൽ കയ്യിൽ തള്ളാം. എങ്കിലും പേടിക്കണ്ട, നമുക്ക് സൗകര്യം പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. ഇനി നമ്മളെന്താ ചെയ്യണ്ടേ? ഇനി അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് എണ്ണ, ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്, വറുത്ത് കോരുകയാണ്. കുറച്ച് റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ കുറച്ച് ഒഴിക്കാം. എണ്ണ നല്ല ചൂടാകട്ടെ. ആ സമയം ഇനി വേണ്ടതൊരു സേവനാഴിയാണ്. സേവനാഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സേവനാഴി. ഇതിൽ ചില്ല്, സേവിന് വളരെ ചെറിയ ചില്ലാണ് ആവശ്യം, വളരെ ചെറുത്. കണ്ടല്ലോ, സാധനം മിക്സ്ചറിൽ കിടക്കുന്നത് കുറച്ചുകൂടെ വലിയ സേവാണ്, ഇത് കുറച്ചുകൂടെ ചെറുതാണ്. അകത്തേക്ക് ഇടുക. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് ഫില്ല് ചെയ്തു മാവ്, കുഴച്ചെടുത്ത മാവ് ഇതിനകത്തേക്ക് കയറ്റാം. ഒരല്പം സ്റ്റിക്കിനെസ് ഉണ്ട്, എങ്കിലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഒട്ടലേ ഉള്ളൂ. കുറച്ചുകൂടെ വേണമെങ്കിലും നമുക്ക് മാവ് മിക്സ് ചെയ്യാം, എത്ര വേണമെങ്കിലും. അതാണ് ഞാൻ പറഞ്ഞത്, 2 കപ്പ് വരെ എടുത്ത് വയ്ക്കുക കടലമാവ്. ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 1.5 കപ്പിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞു. 2 വരെ ആകാം, കുഴപ്പമില്ല. എന്തായാലും നമുക്കിങ്ങനൊരു രീതിയിൽ ഒരു ഡോ കിട്ടിയാൽ മതി. 2 പ്രാവശ്യമായിട്ട് ഫില്ല് ചെയ്ത് നമുക്ക് പിഴിയാം. എണ്ണ ചൂടായി തുടങ്ങി. ഇനി നമ്മളിതിലേക്ക് സേവ് പിഴിഞ്ഞ് ഇങ്ങനെ ചുറ്റി ഒഴിക്കാം. നല്ല ചൂടായി വരുമ്പോൾ നല്ലതായിട്ട് ആവി ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ കയറി വരും. ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കണം, ഒരുപാട് അടുത്തേക്ക് പോകരുത്, ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുക. അപ്പോൾ ഇതൊരു സൈഡ് പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമ്മളത് തിരിച്ച് നല്ല ക്രിസ്പി ആയിട്ടാണ് വരുന്നത്, ഒരു പാടുമില്ല. ഒരു 5 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് അവിടെ ഒന്ന് ചെറിയ കളർ മാറുമ്പോൾ നമ്മളെടുക്കും. നമ്മളതിങ്ങനെ ഇതൊട്ടും എണ്ണ ഒഴിക്കില്ല, പ്ലേറ്റിലേക്ക് മാറ്റുന്നു. എന്നിട്ട് കുറച്ച് പൊടി ഉണ്ടാവുമല്ലോ, അത് നമ്മളിങ്ങനെ കണ്ണാപ്പം കൊണ്ട് തന്നെ എടുത്ത് മാറ്റും. അപ്പോൾ ചൂടായി കിടക്കുന്ന ഇതേ എണ്ണയിലേക്ക് നമ്മൾ വീണ്ടും ബാക്കിയിരിക്കുന്ന ആ ഒരു ഡോ അല്ലെങ്കിൽ ആ മാവ്, കുഴച്ച മാവിൽ നിന്നും വീണ്ടും പിഴിഞ്ഞൊഴിക്കുന്നു. ഇതൊട്ടും പാടുള്ളൊരു കാര്യമല്ല. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചുറ്റുന്ന സേവനാഴി ഉപയോഗിച്ചു, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 സൈഡിലും പിടിച്ചമർത്തുന്ന സേവനാഴി, ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതൊരല്പം നടത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പീസസ് ആയിട്ട് വരും, സേവായി മാറും. കണ്ടല്ലോ, ഇപ്പോൾ ഒരു സൈഡ് പാകത്തിനായിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചിടാം. അപ്പോൾ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. 2 ഉരുളക്കിഴങ്ങും ഏതാണ്ട് ഒരു 1.25 കപ്പോളം കടലമാവ്. 1.5 കപ്പെന്ന് പറയാം, അല്ലെങ്കിൽ 1.25. നോക്കുക, നിങ്ങളിങ്ങനെ കുഴച്ച് വരുമ്പോൾ അത് എത്ര വേണം അതനുസരിച്ചിട്ട്. പിന്നെ അതിലാകപ്പാടെ നമ്മൾ ചേർത്തത് ഏകദേശം ഒരു ടീസ്പൂൺ വരെ ആകാം മുളക് പൊടി. കൂടുതലായ കളറ് മാറും.
ഈ അളവിൽ നിന്നും ഏകദേശം ഒരു 250-300 ഗ്രാം സേവ് നമുക്ക് തയ്യാറാക്കാം. ലാസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പിഴിയായി. അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്തതും കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറും, സേവായിട്ട് മാറും. കണ്ടല്ലോ, ഈ രീതിയിലാണ് നമ്മൾ പൊട്ടറ്റോ സേവ് തയ്യാറാക്കുന്നത്. ഭയങ്കര എളുപ്പമാണ്, ഒരു പാടുമില്ല. പിഴിയാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സേവനാഴി മാത്രം എടുക്കുക. പിന്നെ അതിൻ്റെ പാകം കറക്റ്റ് ആയിരിക്കണം. ഒരുപാട് ലൂസ് ആവരുത്, ഭയങ്കര ടൈറ്റ് ആവരുത്. മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ അത് റോളാകാൻ പറ്റണം. ആ രീതിയിലാണ് മാവ് കുഴയ്ക്കേണ്ടത്. കണ്ടല്ലോ, ഒട്ടുന്ന കാര്യമാണ്, കയ്യിൽ ഒട്ടും. പക്ഷേ നമുക്കിങ്ങനെ ചെയ്താൽ നമ്മുടെ കയ്യിൽ ഷേപ്പിൽ വരും. ആ ഒരു പാകം. നമ്മുടെ പൊട്ടറ്റോ സേവ് റെഡിയായി കഴിഞ്ഞു. ഇത് ഉണ്ടാക്കുന്ന അതേ ഫോമിൽ ഇത് നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തത്. അപ്പോൾ ഇത് നല്ല കരുകരുപ്പാണ്, അതേസമയം സോഫ്റ്റാണ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ കരുകരുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കടിച്ചാൽ പല്ല് പോകുന്ന അങ്ങനത്തെ കരുകരുപ്പല്ല. ഇത് നല്ല കരുകരുപ്പാണ്, പക്ഷേ വായിലിടുമ്പോൾ അങ്ങനെ നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നൊരു കരുകരുപ്പ്. മനസ്സിലായല്ലോ? ഈ ഫോമിലും ഇതിങ്ങനെ ഒന്നാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് അതായിട്ട് മാറും. ഇതേപോലെ തന്നെ ആകും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ഒരു 300-400 ഗ്രാം പൊട്ടറ്റോ സേവ് ഈ ഒരു അളവിൽ നിന്നും തയ്യാറാക്കാം. 2 ഉരുളക്കിഴങ്ങ്, ഏതാണ്ട് 1.25 കപ്പോളം, 1.5 കപ്പോളം കടലമാവ്, ഇത്രയേ ഉള്ളൂ. പിന്നെ വറുക്കാനുള്ള എണ്ണ, മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി, ബസ്, തീർന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്യുക. എത്ര ഉണ്ടാക്കണം, എത്രയൊക്കെ ചെയ്യാം. ഇത് കമേഴ്ഷ്യലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വെക്കേഷനൊക്കെ വരുമല്ലേ, അപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ടൈമിൽ കറുമുറ കടിച്ച് നടക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ പലഹാരം വേണ്ടേ, ഇതൊരു പലഹാരമായിട്ട് അമ്മമാർക്ക് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എന്ത് ചൂടല്ലേ, സമ്മർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മളുടെ മാജിക് അവനിലും സമ്മർ കാലത്ത് നമ്മൾ ഒരുപാട് സ്മൂത്തീസും ഷേക്സും ഫ്രൂട്ട് കൊണ്ടുണ്ടാക്കുന്ന പല പല വ്യത്യസ്തമായ ഡ്രിങ്ക്സും എന്തൊക്കെയാണ് പറ്റുക അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ മിൽക്ക് ഷേക്കും നമ്മുടെ ചൂടിനെ അതിജീവിക്കാൻ പറ്റിയൊരു കാര്യമായിരിക്കും. വളരെ ഡിഫറെൻ്റായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. ഇതൊരു ബനാന കസ്റ്റേർഡ് മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു കസ്റ്റേർഡ് തയ്യാറാക്കുന്നു, പിന്നെ നമ്മളൊരു മിൽക്ക് ഷേക്കാക്കി അത് മാറ്റുന്നു. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റോബസ്റ്റ പഴം 2 എണ്ണം, വാനില കസ്റ്റേർഡ് 1 കപ്പ്, ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയ പാല് 1/2 ലിറ്റർ, മിൽക്ക് മെയ്ഡ് 1/4 കപ്പ്. വാനില കസ്റ്റേർഡിന് വേണ്ട ചേരുവകൾ: പാല് 1/2 ലിറ്റർ, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ, വാനില കസ്റ്റേർഡ് പൗഡർ 4 ടേബിൾ സ്പൂൺ. ഇപ്പം നമ്മളുടെ ബനാന കസ്റ്റേർഡ് മിൽക്ക് ഷേക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ബനാന എന്ന് പറയുമ്പോൾ റോബസ്റ്റ പഴം 2 എണ്ണം റെഡിയാണ്. പിന്നെ വേണ്ടത് ഒരു കസ്റ്റേർഡാണ്. കസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ ഒരു വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ്, അത് തയ്യാറാക്കുന്ന രീതി അതൊരുപാടുമില്ല. നമ്മൾ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന കസ്റ്റേർഡ് പൗഡർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വാങ്ങിച്ചത് വാനില ഫ്ലേവർ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് തണുത്ത പാല്, ഒരല്പം 1/2 ലിറ്റർ പാല് റെഡിയാക്കി വയ്ക്കുക. അതിൽ നിന്നും കുറച്ച് പാൽ, കസ്റ്റേർഡ് കലക്കാൻ ആവശ്യമുള്ള പാല്, തണുത്ത പാലാണ് നല്ലത്, ചൂടുപാലിൽ കലക്കാൻ നോക്കണ്ട തുടക്കത്തിൽ. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക, കട്ടയില്ലാണ്ട് ഒന്ന് കലക്കി വെക്കുക. എന്നിട്ട് ബാക്കിയിരിക്കുന്ന പാല് നമ്മൾ അടുപ്പിലേക്ക് വയ്ക്കുന്നു. പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, അടുപ്പ് കത്തിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്തല്ലോ, പാല് അടുപ്പിൽ വെച്ചു, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. അപ്പോൾ 1/2 ലിറ്റർ പാലിൽ നിന്നും ആവശ്യത്തിനുള്ള പാല്, കുറച്ച് പാല് നമ്മൾ എടുത്തു. ഏതാണ്ട് 1/2 കപ്പോളം പാല് മാറ്റിയാണ് കസ്റ്റേർഡ് കലക്കാനായിട്ട് വെച്ചത്. കസ്റ്റേർഡ് കട്ടയില്ലാണ്ട് കലങ്ങി ഒരു സൈഡിലിരിക്കുകയാണ്. അപ്പോൾ ബാക്കി പാലിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഒരു നല്ല കട്ടിയുള്ളൊരു കസ്റ്റേർഡാണ്, വാനില ഫ്ലേവേർഡ്. അത് കഴിഞ്ഞ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് മിൽക്ക് ഷേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട് ബനാന അല്ലെങ്കിൽ പഴം. ഇനി ഇതുപോലെ തന്നെ ഏതൊരു ഫ്രൂട്ടിലും ഏത് തരം പഴത്തിൽ വേണമെങ്കിലും ഏത് തരം പഴവർഗ്ഗത്തിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ ഒരു കസ്റ്റേർഡ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ചൂണ്ടുപലക പോലെ എന്നല്ലെങ്കിൽ ഇതൊരു സാമ്പിളാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇനി പിന്നെന്താ പറയുക, ബനാന അല്ലെങ്കിൽ ഈ റോബസ്റ്റ പഴത്തിന്, സ്ട്രോബെറി ആണെങ്കിൽ അങ്ങനെ, പിന്നെന്താ പപ്പായ ആണെങ്കിൽ അങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഫ്രൂട്ടും ഈ രീതിയിൽ ചെയ്യാം. നമ്മൾ സാധാരണ ഫ്രൂട്ട് സലാഡ് വിത്ത് കസ്റ്റേർഡിൽ നമ്മൾ ചേർക്കാൻ കസ്റ്റേർഡ് ഇതുപോലെ തയ്യാറാക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്താൽ മതിയാകും. കാര്യം അത് കുറച്ച് കുറുകിയ രീതിയിൽ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഒഴിക്കാനുള്ളത്. പക്ഷേ ഇത് നമ്മൾ 4 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്ന ഏതാണ്ട് ഒരു പുഡിംഗ് കൺസിസ്റ്റൻസിയാണ്, കട്ടിക്കാണ് നമ്മൾ ചെയ്യുന്നത്. പാൽ ഏതാണ്ട് തിളയ്ക്കാറായി, ഓൾമോസ്റ്റ് ബോയിലിംഗ് പോയിന്റ് എത്തി. ഇനി നമ്മളിതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡും കൂടി ചേർക്കും. ഇനി കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇത് കുറുകി തുടങ്ങും. കസ്റ്റേർഡ് കുറുകി തുടങ്ങി, നല്ല ടൈറ്റായി വരുന്നു. ഇത് നല്ല തിക്കായിട്ടുള്ളൊരു കസ്റ്റേർഡായി കഴിഞ്ഞു, കണ്ടല്ലോ. അപ്പോൾ കസ്റ്റേർഡ് റെഡി. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കസ്റ്റേർഡ് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അല്പം നേരം തണുക്കാൻ വെക്കുക. അത് കഴിഞ്ഞൊരു പാത്രത്തിലേക്ക് ആക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അല്പം തണുത്ത കസ്റ്റേർഡാക്കി വെക്കുക. ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഇതിൽ നിന്നും ആവശ്യാനുസരണം എടുത്തിട്ടാണ് നമ്മൾ ഫ്രൂട്ട് കസ്റ്റേർഡ് മിൽക്ക് ഷേക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത് റെഡിയാണ്. ഇനി ഇത് ഞാൻ മാറ്റി വയ്ക്കുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. നമ്മളുടെ കസ്റ്റേർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കസ്റ്റേർഡ് ഞാൻ തണുക്കാനായിട്ട് വെച്ചിരുന്നു. കണ്ടില്ലേ, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കസ്റ്റേർഡിൽ നിന്നും ഏതാണ്ടൊരു നമുക്കൊരു കപ്പ്, ഒരു 1/2 മുതൽ 1 കപ്പ് വരെ നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർക്കാം. 1/2 കപ്പായാലും മതി. അതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 1/4 കപ്പ്, അല്ലെങ്കിൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ എന്ന് പറയാം. അതും ചേർത്തു. ഇനി വേണ്ടത് പഴമാണ്. റോബസ്റ്റ പഴം 2 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് മിൽക്ക് ഷേക്ക് എന്ന് പറഞ്ഞാൽ ബനാന കസ്റ്റേർഡ് മിൽക്ക് ഷേക്കാണ്. ഇനി സ്ട്രോബെറി ആണെങ്കിൽ ഈ പഴത്തിന് പകരം സ്ട്രോബെറി ഇടുന്നു, പപ്പായ ആണെങ്കിൽ പപ്പായ ഇടുന്നു. അതല്ല ഇനി വേറെ എന്തെങ്കിലും ഫ്രൂട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതുമൊക്കെ ആകാം. കിവി ആണെങ്കിൽ കിവി, പിന്നെന്താ ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ, അങ്ങനെ മാറി മാറി ഇടുക. പിന്നെ ഫ്രോസൺ മിൽക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ, പാല് നമ്മൾ ഫ്രീസറിൽ വെച്ച് ഐസ് പോലെ ആക്കിയെടുത്തത് ഞാനിങ്ങനെ പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ഇനി നമ്മളൊന്ന് അടയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് മിൽക്ക് ഷേക്ക് റെഡി. ഇവിടെ ബനാന വാനില കസ്റ്റേർഡ് മിൽക്ക് ഷേക്ക് ഇനി നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റും. ഇതിലെന്തായാലും കസ്റ്റേർഡിൽ കുറച്ച് മധുരമുണ്ട്, പിന്നെന്താ നമ്മൾ കണ്ടൻസ് മിൽക്കും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പഞ്ചസാര ചേർത്തിട്ടില്ല. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം എക്സ്ട്രാ. നല്ല തിക്കായിട്ടുള്ള മിൽക്ക് ഷേക്ക് റെഡി. ഇനി 1 ഗ്ലാസും കൂടി ഉണ്ട്. ഈ അളവിനുള്ള ഗ്ലാസ് ആണെങ്കിൽ 3 ഗ്ലാസസ്. വലിയ സന്തോഷം തോന്നുന്നുണ്ട് കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് ഇങ്ങനെ 2 മിൽക്ക് ഷേക്ക് കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. കസ്റ്റേർഡ് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക.
ഇഷ്ടമുള്ള ഏതൊരു ഫ്രൂട്ട് വെച്ചും നമുക്കിത് ചെയ്യാം. ഫ്രോസൺ മിൽക്കും ഫ്രീസറിൽ പാലിൻ്റെ പാക്കറ്റും ഉണ്ടെങ്കിൽ നിഷ്പ്രയാസം സാധിക്കും. അപ്പം പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ആദ്യത്തെ കാര്യം കാണിച്ചത്. ആദ്യം എന്തായിരുന്നു? ഉരുളക്കിഴങ്ങ് സേവ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, കറുമുറ കഴിക്കാൻ പറ്റിയത്, അവധിക്കാല പലഹാരം. അപ്പോൾ വീട്ടമ്മമാർക്ക് തയ്യാറാക്കി വയ്ക്കാം. പിന്നെ ഇതൊരു കമേഴ്ഷ്യൽ ആയിട്ട്, അതായത് ഒരു വിപണന സാധ്യത ഉള്ളൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു വീട്ടമ്മമാർ തന്നെ കുറേ ആൾക്കാരില്ലേ സ്വന്തമായിട്ട് വീട്ടിലൊരു കോട്ടേജ് ഇൻഡസ്ട്രി പോലെ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വിറ്റ് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരം കൂടിയാണ് അങ്ങനെയുള്ളൊരു പൊട്ടറ്റോ സേവ്, ഈ സേവ് പോലെയുള്ള കാര്യങ്ങൾ. രണ്ടാമത് കാണിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ ചൂട് ക്ലൈമറ്റിനെ അതിജീവിക്കാൻ പറ്റിയൊരു കാര്യമാണ്. നല്ലൊരു മിൽക്ക് ഷേക്കാണ്. ഇത് കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ മധുരമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുക. പിന്നെ ഇതിൽ തന്നെ എന്തൊക്കെ ഇംപ്രവൈസേഷൻസ് വേണമെങ്കിലും ചെയ്തു. ഇപ്പോൾ ബനാന വെച്ച് ചെയ്തു. ഇനി ബനാനയിൽ ഒരല്പം കൊക്കോ പൗഡറോ അല്ലെങ്കിൽ ഡ്രിങ്കിങ് ചോക്ലേറ്റോ കൂടി ചേർത്താൽ അതൊരു ബനാന ചോക്ലേറ്റ് കസ്റ്റേർഡ് മിൽക്ക് ഷേക്ക് ആക്കി മാറ്റാം. എന്തായാലും അതൊക്കെ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ചിട്ട് മാറ്റങ്ങളോടുകൂടി ചെയ്യുക. തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കാം. ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.